വെള്ളിത്തിരയ്ക്ക് പുറത്തെ ലഹരി ജീവിതം കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് നാളു കുറച്ചായി. നേരത്തെ കേസിൽപ്പെട്ടത് നടനായിരുന്നെങ്കിൽ ഇന്നിതാ രണ്ട് സംവിധായകരും ആ സീനിലേക്ക് എത്തിയിരിക്കുന്നു. കൊച്ചിയാണ് കേന്ദ്രം. ഹൈബ്രിഡ് കഞ്ചാവുമായി ഇത്തവണ കുടുങ്ങിയത് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ്. കയ്യിലുള്ള കഞ്ചാവിന്റെ അളവ് 1.6 ഗ്രാം ആയതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇരുവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അപ്പോഴും ചോദ്യം ബാക്കിയാണ്. അണിയറയിൽ അറിയാ കഥകൾ ഇനിയുമുണ്ടോ? ഇന്നു പുലർച്ചെ 2 മണിയോടുകൂടിയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന പൂർവ ഗ്രാൻഡ് ബേ ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. റൂം നമ്പർ 506-ൽ ലഹരി ഉപയോഗം നടക്കുന്നു. ഇതാണ് എക്സൈസിന് ലഭിച്ച വിവരം. മുറിയിലേക്കെത്തിയ ഉദ്യോഗസ്ഥർ കണ്ടത് ലഹരി ഉപയോഗത്തിന് തയ്യാറെടുക്കുന്ന സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ. ഒപ്പമുണ്ടായിരുന്നത് സുഹൃത്തായ ഷാലിഹ് മുഹമ്മദ്. ഫ്ളാറ്റിൽ വിശദമായ പരിശോധന നടത്തി. പരിശോധനയ്ക്കൊടുവിൽ കണ്ടെത്തിയത് വീര്യം കൂടിയ 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ്. 1.632 ഗ്രാം കഞ്ചാവാണ് കിട്ടിയത്. ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നവർ തന്നെ. നിരന്തരം യൂസ് ചെയ്യുന്നവരാണ്. ഒരു 4-5 വർഷമായിട്ട് ഇവരെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫർ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് മലയാളത്തിന്റെ ഹിറ്റ് മേക്കേഴ്സായ സംവിധായകർ പിടിയിലായത്. നേരത്തെ തന്നെ സിനിമാ മേഖലയിലെ നിരവധി പേർ ഈ ഫ്ളാറ്റിലെത്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാനും എക്സൈസ് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം നിലവിൽ പിടികൂടിയിരിക്കുന്ന കഞ്ചാവ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഇല്ലാത്തതിനാൽ സംവിധായകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. എന്താ പറയാനുള്ളത്? ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എക്സൈസ് പറയുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? സ്ഥിരമായി വരാറുണ്ടോ? ഫ്ലാറ്റിലേക്ക് എത്താറുണ്ടായിരുന്നു സ്ഥിരമായി? സുഹൃത്തു വഴി ഇടനിലക്കാരനാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ച് നൽകിയത് എന്നാണ് അറസ്റ്റിലായ ഷാലിഫ് മുഹമ്മദിന്റെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുഹൃത്തിനെയും ഇടനിലക്കാരനെയും ചോദ്യം ചെയ്യാൻ എക്സൈസ് സംഘം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇരുവരുടെയും മൊബൈൽ ഫോൺ ഇപ്പോഴും സ്വിച്ച്ഡ് ഓഫായി തുടരുകയാണ്. സമീർ താഹിറിനെ കേസുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ എക്സൈസ് ചോദ്യം ചെയ്തേക്കും. അതിനപ്പുറത്തേക്ക് ഫ്ളാറ്റിലെത്തി മുൻപ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കരുതുന്ന സിനിമാ പ്രവർത്തകരെയും എക്സൈസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. മലയാള സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വ്യാപക ചർച്ചയായിരിക്കുന്ന ഘട്ടത്തിലാണ് യുവ സംവിധായകരിൽ പ്രമുഖർ തന്നെ കഞ്ചാവുമായി കുടുങ്ങുന്നത്. വരും ദിവസങ്ങളിൽ വിശദമായ അന്വേഷണത്തിൽ ഇനി ആരെല്ലാം ഈ കേസിൽ കുടുങ്ങുമെന്നത് കണ്ടറിയണം. വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.